നമസ്കാരം. ക്ലാസ് റൂമിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് 7ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ 10ാമത്തെ യൂണിറ്റായ ബഡ്ജറ്റ് ദ ട്രൂ റെക്കോർഡ് ഓഫ് ഡെവലപ്മെൻറ്റിൻ്റെ മലയാളം മീഡിയം ഇംഗ്ലീഷ് മീഡിയം നോട്ട്സാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് രണ്ടാമത്തെ പാർട്ട് വീഡിയോ ആണ്. അപ്പോൾ നോക്കിയോളൂ. വാട്ട് ഈസ് പബ്ലിക് റവന്യൂ? എന്താണ് പൊതുവരുമാനം? എന്താണ്? ദ ഗവൺമെൻറ് നീഡ്സ് ഹ്യൂജ് എമൗണ്ട് ഓഫ് മണി ഫോർ ഡെവലപ്മെൻറ്റൽ ആൻഡ് വെൽഫെയർ ആക്ടിവിറ്റീസ്. അതായത് വികസന പ്രവർത്തനങ്ങൾക്കും ക്ഷേമ പ്രവർത്തനങ്ങൾക്കുമായിട്ട് ഗവൺമെൻറ്റിന് ധാരാളം പണം ആവശ്യമായി വരുന്നു. പബ്ലിക് റവന്യൂ ഇസ് ദ എമൗണ്ട് ദാറ്റ് ദ ഗവൺമെൻറ് കളക്ട്സ് ഫ്രം വേരിയസ് സോഴ്സസ് ടു സാറ്റിസ്ഫൈ ദീസ് നീഡ്സ്. ഇത്തരം ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി വിവിധ സ്രോതസ്സുകളിൽ നിന്ന് സർക്കാർ സമാഹരിക്കുന്ന ധനമാണ് എന്ന് പറയുന്നത് പൊതുവരുമാനം അല്ലെങ്കിൽ പബ്ലിക് റവന്യൂ എന്ന് പറയുന്നത്. ദിസ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ഓഫ് ഗവൺമെൻറ് ബഡ്ജറ്റ്. ഇത് ഗവൺമെൻറ് ബഡ്ജറ്റിൻ്റെ അല്ലെങ്കിൽ സർക്കാർ ബഡ്ജറ്റിൻ്റെ ഒരു പ്രധാന ഫാക്ടറാണ്, ഒരു പ്രധാന ഘടകമാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയുള്ളൂ. എക്സ്പ്ലെയിൻ ദ ഡിഫറെൻറ്റ് സോഴ്സസ് ഓഫ് പബ്ലിക് റവന്യൂ. പൊതുവരുമാനത്തിൻ്റെ വിവിധ സോഴ്സസ് ഏതൊക്കെയാണെന്ന്. ദ ഗവൺമെൻറ് മേക്സ് റവന്യൂ ഫ്രം 2 മേജർ സോഴ്സസ്. ദേ ആർ ടാക്സ് റവന്യൂ ആൻഡ് നോൺ ടാക്സ് റവന്യൂ. പൊതുവരുമാനത്തിൻ്റെ 2 പ്രധാന സ്രോതസ്സുകളാണ്, സോഴ്സസ് ആണ്. ഏത്? ടാക്സ് റവന്യൂ, നികുതി വരുമാനവും, ആൻഡ് നോൺ ടാക്സ് റവന്യൂ, നികുതിയേതര വരുമാനവും. ടാക്സ് റവന്യൂ എന്താണെന്ന് നോക്കാം. ദിസ് ഈസ് ദ റവന്യൂ ഫ്രം ടാക്സസ്. ടാക്സിൽ നിന്ന് ഗവൺമെൻറ്റിന് ലഭിക്കുന്ന റവന്യൂ ആണ് ടാക്സ് റവന്യൂ എന്ന് പറയുന്നത്. എക്സാമ്പിൾ ഇൻകം ടാക്സ്, ബിൽഡിംഗ് ടാക്സ്, സെയിൽസ് ടാക്സ്, എൻ്റർടൈൻമെൻറ്റ് ടാക്സ്, ഇതൊക്കെയാണ്. ഇനി നോൺ ടാക്സ് റവന്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? ദിസ് ഈസ് ദ റവന്യൂ ഫ്രം സോഴ്സസ് അതർ ദാൻ ടാക്സ്. ടാക്സ് അല്ലാതെ മറ്റു രീതികൾ, മറ്റുള്ള സോഴ്സിൽ നിന്ന് ഗവൺമെൻറ്റിന് ലഭിക്കുന്ന വരുമാനമാണ് നോൺ ടാക്സ് റവന്യൂ എന്ന് പറയുന്നത്. അതിൻ്റെ എക്സാമ്പിളാണ് ഫീസ്, ഫൈൻ, ഗ്രാൻസ്, പ്രോഫിറ്റ് ആൻഡ് ഇൻട്രസ്റ്റ് ആർ എക്സാമ്പിൾസ്. ഏതൊക്കെയാണ്? ഫീസ് ആവാം, ഫൈൻ ആവാം, ഗ്രാൻറ്റുകളാകാം, പ്രോഫിറ്റ് ആകാം, പിന്നെ ഇൻട്രസ്റ്റ്, പലിശയാകാം. ഇതൊക്കെയാണ് ഏത്? നോൺ ടാക്സ് റവന്യൂവിൻ്റെ എക്സാമ്പിൾസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് മലയാളം മീഡിയംകാരുടെ നോട്ട് നോക്കാം. പൊതുവരുമാനത്തിൻ്റെ വിവിധ സ്രോതസ്സുകൾ ഏതെല്ലാമാണ്? പൊതുവരുമാനത്തിൻ്റെ 2 പ്രധാന സ്രോതസ്സുകളാണ് നികുതി വരുമാനവും നികുതിയേതര വരുമാനവും. ഒന്നാമത്തത് നികുതി വരുമാനം. നികുതിയിലൂടെ ലഭിക്കുന്ന വരുമാനമാണ് നികുതി വരുമാനം. ഉദാഹരണം: ആദായ നികുതി, കെട്ടിട നികുതി, വിൽപ്പന നികുതി, വിനോദ നികുതി. ഇനി നികുതിയേതര വരുമാനം ഏതൊക്കെയാണ്? നികുതിയിലൂടെ അല്ലാതെ മറ്റ് സ്രോതസ്സുകളിൽ നിന്ന് ലഭിക്കുന്ന വരുമാനമാണ് നികുതിയേതര വരുമാനം. അതിന് എക്സാമ്പിളാണ് ഫീസ്, പിഴ, ഗ്രാൻറ്റ്, ലാഭം, പലിശ എന്നിവ. അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ടാക്സ്? എന്താണ് നികുതി? ടാക്സ് ഈസ് ദ എമൗണ്ട് ഓഫ് മണി ദാറ്റ് ദ പബ്ലിക് ഷുഡ് റെമിറ്റ് ടു ദ ഗവൺമെൻറ് ടു ബിയർ ദ എക്സ്പെൻസസ് ഓഫ് വെൽഫെയർ ആക്ടിവിറ്റീസ് ആൻഡ് ഡെവലപ്മെൻറ്റൽ ആക്ടിവിറ്റീസ് വിച്ച് ആർ ക്യാരിഡ് ഔട്ട് ഇൻ പബ്ലിക് ഇൻട്രസ്റ്റ്. അതായത് ക്ഷേമ പ്രവർത്തനങ്ങൾ, വികസന പ്രവർത്തനങ്ങൾ എന്നിങ്ങനെ പൊതു താൽപ്പര്യത്തിന് വേണ്ടിയുള്ള ചെലവുകൾ വഹിക്കാനായി ജനങ്ങൾ സർക്കാരിന് നിർബന്ധമായും നൽകേണ്ട പണമാണ് നികുതി എന്ന് പറയുന്നത്. ഇവിടെ ചെലവുക എന്ന് മാത്രമേ ഇട്ടുള്ളൂ, ചെലവുകൾ എന്നാണ് കേട്ടോ. ഇനി ദ പേഴ്സൺ ഹൂ റെമിറ്റ്സ് ടാക്സ് ഈസ് കോൾഡ് ടാക്സ് പെയർ. നികുതി നൽകുന്ന വ്യക്തിയെ നികുതിദായകൻ എന്ന് വിളിക്കുന്നു. പബ്ലിക് ഇൻട്രസ്റ്റ് എന്ന് വെച്ചാൽ പൊതു താല്പര്യത്തിന് കേട്ടോ, പൊതു താല്പര്യത്തിന് വേണ്ടി, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോ ഡെവലപ്മെൻറ്റൽ ആക്ടിവിറ്റീസും വെൽഫെയർ ആക്ടിവിറ്റീസും വികസന പ്രവർത്തനങ്ങളും ക്ഷേമ പ്രവർത്തനങ്ങളും ഒക്കെ നടത്തുന്നത്. അപ്പോൾ അങ്ങനെ ഈ പറയുന്ന വികസന പ്രവർത്തനങ്ങൾ, ക്ഷേമ പ്രവർത്തനങ്ങൾ എന്നിവ നടത്തുമ്പോൾ അതിന് എക്സ്പെൻസ് ഉണ്ടാവും, ചിലവുകൾ ഉണ്ടാവും. ആ ചിലവിന് വേണ്ടിയിട്ടാണ് എന്ത്? ടാക്സ് പിരിച്ചെടുക്കുന്നത്. എവിടെ നിന്ന്? ഫ്രം ദ പബ്ലിക്, അല്ലേ, ജനങ്ങളിൽ നിന്ന്. അടുത്ത ക്വസ്റ്റ്യൻ. ഡിഫറൻഷിയേറ്റ് ഡയറക്റ്റ് ടാക്സ് ആൻഡ് ഇൻഡയറക്റ്റ് ടാക്സ്. ഡയറക്റ്റ് ടാക്സും ഇൻഡയറക്റ്റ് ടാക്സും തമ്മിലുള്ള വ്യത്യാസം. പ്രത്യക്ഷ നികുതി, പരോക്ഷ നികുതി, അല്ലേ? ഒന്നാമത്തെ നോക്കിയോ. ഡയറക്റ്റ് ടാക്സ്. ഇറ്റ് ഈസ് ദ ടാക്സ് റെമിറ്റഡ് ബൈ ദ പേഴ്സൺ ഓൺ ഹൂം ടാക്സ് ഈസ് ലെവീഡ്. അതായത് ടാക്സ് ലെവീഡ് ചെയ്തേക്കുന്നത്, അതായത് നികുതി ചുമത്തിയിരിക്കുന്ന ആൾ തന്നെ ആ നികുതി അടയ്ക്കുന്ന തരത്തിലുള്ള ടാക്സിനെയാണ് നമ്മൾ ഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ ടാക്സ് റെമിറ്റഡ് ബൈ ദ പേഴ്സൺ. ഈ ഒരു ടാക്സ് റെമിറ്റ് ചെയ്യുന്ന ഒരു പേഴ്സണാണ്. ഏത് പേഴ്സണാണ്? ഓൺ ഹൂം ടാക്സ് ഈസ് ലെവീഡ്. ആരിലാണോ നികുതി ചുമത്തിയിരിക്കുന്നത് ആ ആൾ തന്നെ നികുതി അടയ്ക്കുന്ന നമ്മൾ എന്ത് പറയുന്നത്? ഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ ഏതൊക്കെയാണ്? ഇൻകം ടാക്സ്, ബിൽഡിംഗ് ടാക്സ് ആർ എക്സാമ്പിൾസ്. ഇൻകം ടാക്സും ബിൽഡിംഗ് ടാക്സും, കെട്ടിട നികുതി, പിന്നെ ഇൻകം ടാക്സ്, ആദായ നികുതി, ഇത് രണ്ടും എന്താണ്? ഡയറക്റ്റ് ടാക്സിന് എക്സാമ്പിൾസ് ആണ്.
ഇനി നമുക്ക് ഇൻഡയറക്റ്റ് ടാക്സ് എന്താണെന്ന് നോക്കാം. ഹിയർ ദ ടാക്സ് ലെവീഡ് ഓൺ വൺ ഇൻഡിവിജ്വൽ ഈസ് പെയ്ഡ് പാർഷ്യലി ഓർ കംപ്ലീറ്റ്ലി ബൈ അനദർ. അതായത് ഇവിടെ ഒരാളുടെ മേൽ നികുതി ചുമത്തപ്പെടുന്നു. ആ ചുമത്തപ്പെടുന്ന നികുതി ഭാഗികമായോ പൂർണ്ണമായോ മറ്റൊരാൾ നൽകുന്നു. അങ്ങനെയുള്ള നികുതിയാണ് എന്താണ് ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത്. ഇൻഡയറക്റ്റ് ടാക്സിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് സെയിൽസ് ടാക്സ് ആൻഡ് എൻ്റർടൈൻമെൻറ്റ് ടാക്സ് ആർ എക്സാമ്പിൾസ് ഓഫ് ഇൻഡയറക്റ്റ് ടാക്സ്. സെയിൽസ് ടാക്സ് വിൽപ്പന നികുതി, പിന്നെ എൻ്റർടൈൻമെൻറ്റ് ടാക്സ് വിനോദ നികുതി. ഇത് രണ്ടും ഇൻഡയറക്റ്റ് ടാക്സിന് എക്സാമ്പിളാണ്. ഞാൻ പറയട്ടെ, നമ്മൾ തിയേറ്ററിൽ സിനിമ കാണാൻ പോകുന്നു. നമ്മൾ തിയേറ്ററിൽ പോയിരുന്ന് സിനിമ കാണുന്നു. ഈ തിയേറ്ററിൻ്റെ ഉടമയായിട്ടുള്ള ഒരാളുണ്ട്. അയാൾക്ക് ഒരു നികുതി ഗവൺമെൻറ് ചുമത്തുന്നു. ഈ തിയേറ്ററിൽ സിനിമ പൊതുജനങ്ങളെ കാണിക്കുന്നതിനായിട്ട് ആ തിയേറ്റർ ഉടമയ്ക്ക് ഒരു നികുതി ചുമത്തുന്നുണ്ട്. പക്ഷേ ആ നികുതി ഇയാൾ എന്ത് ചെയ്യുന്നു? ടിക്കറ്റ് വിൽക്കുന്നതിലൂടെ നമ്മളെപ്പോലുള്ള ഉപഭോക്താക്കളിൽ നിന്ന് വാങ്ങിച്ചാണ് ഗവൺമെൻറ്റിന് അടയ്ക്കുന്നത്. മനസ്സിലായോ? അപ്പം അയാൾ ഈ തിയേറ്റർ ഉടമയ്ക്ക് മേലാണ് ഗവൺമെൻറ് നികുതി ചുമത്തിയിരിക്കുന്നത്. പക്ഷേ അയാളാണോ നികുതി അടയ്ക്കുന്നത്? അല്ല. നമ്മളെപ്പോലുള്ള ആൾക്കാർ സിനിമ കാണാൻ പോകുന്നു. അപ്പോൾ അവിടെ വന്ന് ഇരിക്കുന്ന നമ്മളെപ്പോലുള്ള ആൾക്കാർ നികുതി അടയ്ക്കുന്നു. ആർക്ക്? തിയേറ്റർ ഉടമയ്ക്ക് അടയ്ക്കുന്നു. അയാൾ നമ്മളിൽ നിന്ന് പിരിച്ചെടുക്കുന്ന ഈ നികുതിയാണ് ഗവൺമെൻറ്റിന് അടയ്ക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇവിടെ നികുതി കൊടുക്കുന്നത് ആരാ? നമ്മളെപ്പോലുള്ള സാധാരണക്കാർ. പക്ഷേ നികുതി അടയ്ക്കുന്നത് തിയേറ്റർ ഉടമ അല്ലേ? അപ്പോൾ അവിടെ എന്താണ്? ഇൻഡയറക്റ്റ് ടാക്സ് അല്ലേ? നികുതി ചുമത്തുന്ന ഒരാൾക്ക് നികുതി കൊടുക്കുന്നത് വേറൊരാളും അല്ലേ? അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ, ഇൻഡയറക്റ്റ് ടാക്സ് എന്നത്. നോക്കിയോളൂ, പ്രത്യക്ഷ നികുതി, പരോക്ഷ നികുതി എന്നിവ എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. പ്രത്യക്ഷ നികുതി. നികുതി ആരിലാണോ ചുമത്തിയിരിക്കുന്നത് ആ വ്യക്തി തന്നെ ഒടുക്കുന്ന നികുതിയാണ് പ്രത്യക്ഷ നികുതി. അതായത് നികുതിദായകൻ തന്നെ നികുതി ഭാരം വഹിക്കുന്നു എന്നർത്ഥം. ആദായ നികുതി, കെട്ടിട നികുതി എന്നിവ ഉദാഹരണങ്ങളാണ്. ഇനി പരോക്ഷ നികുതി. ഒരാളുടെ മേൽ ചുമത്തപ്പെടുന്ന നികുതി ഭാഗികമായോ പൂർണ്ണമായോ മറ്റൊരാൾ നൽകേണ്ടി വരുന്നു. വിൽപ്പന നികുതി, വിനോദ നികുതി എന്നിവ ഉദാഹരണങ്ങളാണ്. അടുത്തത് ഫൈൻഡ് മോർ എക്സാമ്പിൾസ് ഓഫ് ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് ടാക്സസ് ആൻഡ് ലിസ്റ്റ് ദം. അപ്രത്യക്ഷ നികുതി, പരോക്ഷ നികുതിക്ക് കൂടുതൽ ഉദാഹരണങ്ങൾ കണ്ടുപിടിച്ചെഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നോക്കിയോളൂ. ഒന്നാമത്തെ ഡയറക്റ്റ് ടാക്സിന് കൂടുതൽ ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ്? പ്രോപ്പർട്ടി ടാക്സ് സ്വത്ത് നികുതി, കോർപ്പറേറ്റ് ടാക്സ് കോർപ്പറേറ്റ് നികുതി, പേഴ്സണൽ ഇൻകം ടാക്സ് വ്യക്തിഗത ആദായ നികുതി, പിന്നെ ബിൽഡിംഗ് ടാക്സ് എന്ന് വെച്ചാൽ കെട്ടിട നികുതി, പ്രൊഫഷണൽ ടാക്സ് തൊഴിൽ നികുതി. ഇതെല്ലാം ഡയറക്റ്റ് ടാക്സിന് എക്സാമ്പിൾസ് ആണ് കേട്ടോ, പ്രത്യക്ഷ നികുതിക്ക്. ഇനി ഇൻഡയറക്റ്റ് ടാക്സ് അതിന് എക്സാമ്പിൾ എക്സൈസ് ഡ്യൂട്ടി, എക്സൈസ് ഡ്യൂട്ടി എക്സൈസ് നികുതി, സർവീസ് ടാക്സ് സർവീസ് നികുതി, GST, പിന്നെ കസ്റ്റംസ് ഡ്യൂട്ടി അല്ലെങ്കിൽ കസ്റ്റംസ് നികുതി, എൻ്റർടൈൻമെൻറ്റ് ടാക്സ് വിനോദ നികുതി, പിന്നെ സെയിൽസ് ടാക്സ് വിൽപ്പന നികുതി. ഇത്രയാണ് ഇൻഡയറക്റ്റ് ടാക്സിന് എക്സാമ്പിൾസ് അല്ലെങ്കിൽ പരോക്ഷ നികുതിക്ക് ഉദാഹരണങ്ങൾ. നമുക്ക് ഈ ഇൻഡയറക്റ്റ് ടാക്സ് അല്ലെങ്കിൽ പരോക്ഷ നികുതി ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് എക്സ്ക്യൂസ് മീ എന്ന് പറഞ്ഞിട്ടൊരു കോഡ് പറഞ്ഞിരുന്നില്ലായിരുന്നോ ടെക്സ്റ്റിൻ്റെ എക്സ്പ്ലനേഷൻ എടുത്തപ്പോൾ? ഓർമ്മയുണ്ടോ? അടുത്ത നമ്മൾ GST അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവാണ്. എന്താണ് GSTയുടെ ഫുൾ ഫോം? ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ്, ചരക്കു സേവന നികുതി. നോക്കുള്ളൂ, ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് GST ഈസ് എ യൂണിഫൈഡ് ഇൻഡയറക്റ്റ് ടാക്സ് ദാറ്റ് കെയിം ഇൻ ടു എഫക്ട് ഫ്രം July 1st, 2017 after the 101st Amendment of the Constitution to implement the principle of a unified tax for the nation. അതായത് രാജ്യത്ത് ഒറ്റ നികുതി എന്ന തത്വം നടപ്പിലാക്കുന്നതിന് ഭരണഘടനയിലെ 101 ഭേദഗതി പ്രകാരം 2017 ജൂലൈ 1 മുതൽ നിലവിൽ വന്ന ഏകീകൃത പരോക്ഷ നികുതി സമ്പ്രദായമാണ് ചരക്കു സേവന നികുതി. If the revenue from sales is more than the amount fixed by the government in a financial year, the traders must avail GST registration. ഒരു സാമ്പത്തിക വർഷം വിറ്റുവരവ് സർക്കാർ നിശ്ചയിക്കുന്ന തുകയിൽ കൂടുതലാണെങ്കിൽ വ്യാപാരികൾ നിർബന്ധമായും GST രജിസ്ട്രേഷൻ എടുക്കേണ്ടതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ കറണ്ട് GST റേറ്റ്സ് ഇൻ ഇന്ത്യ? ഇന്ത്യയിലെ കറണ്ട് GST റേറ്റ്സ് എത്രയൊക്കെയാണെന്ന്. അറ്റ് പ്രസന്റ് ദ കൺസ്യൂമർ ഹാസ് ടു പേ GST അറ്റ് ദ റേറ്റ്സ് ഓഫ് 0%, 5%, 12%, 18% ആൻഡ് 28%. എത്രയൊക്കെയാണ്? 0%, 5%, 12%, 18% ആൻഡ് 28%. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ബഡ്ജറ്റ്? വിച്ച് ആർ ഇറ്റ്സ് 3 ടൈപ്സ്? അതായത് എന്താണ് ബഡ്ജറ്റ്? 3 ടൈപ്പിൽ ബഡ്ജറ്റ് ഉണ്ട്. അത് ഏതൊക്കെയാണ്? Answer. The budget is a financial document of the expected income
and the expenditure by the government for a specific financial year. ഒരു സാമ്പത്തിക വർഷത്തിൽ സർക്കാർ പ്രതീക്ഷിക്കുന്ന ചെലവും വരവും ഉൾക്കൊള്ളിച്ചുകൊണ്ട് തയ്യാറാക്കുന്ന ധനരേഖയാണ് ബഡ്ജറ്റ്. In our country, the budget is prepared for one financial year starting from April 1st to March 31st. നമ്മുടെ രാജ്യത്ത് ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയുള്ള ഒരു സാമ്പത്തിക വർഷത്തേക്കാണ് ബഡ്ജറ്റ് തയ്യാറാക്കുന്നത്. ദ ഫിനാൻസ് മിനിസ്റ്റർ പ്രസൻസ് ദ ബഡ്ജറ്റ്. ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത് ഫിനാൻസ് മിനിസ്റ്ററാണ്. ആസ് പെർ ആർട്ടിക്കിൾ 112 ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ, ദ യൂണിയൻ ബഡ്ജറ്റ് ഈസ് ആൾസോ ദ ആനുവൽ ഫിനാൻഷ്യൽ ഓഡിറ്റ് ഓഫ് ദ കൺട്രി. അതായത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആർട്ടിക്കിൾ 112 പ്രകാരം യൂണിയൻ ബഡ്ജറ്റ് എന്ന് പറയുന്നത്, കേന്ദ്ര ബഡ്ജറ്റ് എന്ന് പറയുന്നത് ഒരു ആനുവൽ ഫിനാൻഷ്യൽ ഓഡിറ്റാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ ഓഡിറ്റ് ഓഫ് ദ കൺട്രി അല്ലേ, നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു വാർഷിക ഫിനാൻഷ്യൽ ഓഡിറ്റാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ബഡ്ജറ്റ് ക്യാൻ ബി ഡിവൈഡഡ് ഇൻറ്റു 3 കാറ്റഗറീസ്. ബഡ്ജറ്റിനെ നമുക്ക് 3ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഓൺ ദ ബേസിസ് ഓഫ് റവന്യൂ ആൻഡ് എക്സ്പെൻഡിച്ചർ. എന്തിനെ ബേസ് ചെയ്തിട്ട്? വരുമാനവും ചെലവിനെയും ബേസ് ചെയ്ത് നമുക്ക് ബഡ്ജറ്റിനെ 3ആയിട്ട് തരംതിരിക്കാം. ടൈപ്സ് ഓഫ് ബഡ്ജറ്റ് ഏതൊക്കെയാണ്? സർപ്ലസ് ബഡ്ജറ്റ്, ബാലൻസ്ഡ് ബഡ്ജറ്റ്, ഡെഫിസിറ്റ് ബഡ്ജറ്റ് എന്നങ്ങനെ 3ആയിട്ട്. അപ്പോൾ ഈ ഒരു ഡിവിഷൻ എന്ന് പറയുന്നത് ഏതിൻ്റെ ബേസിസിലാണ്? റവന്യൂൻ്റെയും എക്സ്പെൻഡിച്ചറിൻ്റെയും ബേസിസിലാണ്. ഒന്നാമത്തത് സർപ്ലസ് ബഡ്ജറ്റ്, മോർ ഇൻകം ലെസ് എക്സ്പെൻഡിച്ചർ. ഇവിടെ ഇൻകം കൂടുതലും എക്സ്പെൻഡിച്ചർ ചിലവ് കുറവും. അടുത്ത ബാലൻസ്ഡ് ബഡ്ജറ്റ്, ഈക്വൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ. ഇവിടെ ഇൻകവും എക്സ്പെൻഡിച്ചറും ഈക്വലായിട്ട് വരുന്നതാണ് ബാലൻസ്ഡ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. അടുത്തത് ഡെഫിസിറ്റ് ബഡ്ജറ്റ്, ലെസ് ഇൻകം ആൻഡ് മോർ എക്സ്പെൻഡിച്ചർ. ഇവിടെ ഇൻകം കുറവും എക്സ്പെൻഡിച്ചർ കൂടുതലാണ്. അങ്ങനെയുള്ള ബഡ്ജറ്റാണ് ഡെഫിസിറ്റ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. നോക്കിയുള്ളൂ, എന്താണ് ബഡ്ജറ്റ്? ഏതൊക്കെയാണ് 3 തരം ബഡ്ജറ്റുകൾ? ഒരു സാമ്പത്തിക വർഷത്തിൽ സർക്കാർ പ്രതീക്ഷിക്കുന്ന ചെലവും വരവും ഉൾക്കൊള്ളിച്ചുകൊണ്ട് തയ്യാറാക്കുന്ന ധനരേഖയാണ് ബഡ്ജറ്റ്. നമ്മുടെ രാജ്യത്ത് ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയുള്ള ഒരു സാമ്പത്തിക വർഷത്തേക്കാണ് ബഡ്ജറ്റ് തയ്യാറാക്കുന്നത്. ധനകാര്യമന്ത്രിയാണ് ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 112 അനുസരിച്ച് രാജ്യത്തിൻ്റെ വാർഷിക സാമ്പത്തിക ഓഡിറ്റ് കൂടിയാണ് കേന്ദ്ര ബഡ്ജറ്റ്. ബഡ്ജറ്റ് പലതരം. വരവ് ചെലവുകളുടെ അടിസ്ഥാനത്തിൽ ബഡ്ജറ്റുകളെ 3ആയി തിരിക്കാം. മിച്ച ബഡ്ജറ്റ്, സന്തുലിത ബഡ്ജറ്റ്, കമ്മി ബഡ്ജറ്റ്. എന്താണ് മിച്ച ബഡ്ജറ്റ്? വരവ് കൂടുതൽ ചെലവ് കുറവ്. സന്തുലിത ബഡ്ജറ്റ് എന്ന് പറയുമ്പോൾ വരവും ചെലവും തുല്യം. കമ്മി ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ വരവ് കുറവ് ചെലവ് കൂടുതൽ. അടുത്തത് എന്താണ് പൊതുകടം? 2 തരത്തിലുള്ള പൊതുകടം എഴുതുക. അപ്പോൾ എന്താണ് പൊതുകടം എന്ന് പറഞ്ഞാൽ? വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ യാഥാർത്ഥ്യമാക്കുവാനും ഭരണപരമായ വിവിധ ആവശ്യങ്ങൾ നിറവേറ്റുവാനും വരുമാനം തികയാതെ വരുമ്പോൾ ഗവൺമെൻറ്റിന് കടമെടുക്കേണ്ടി വരും. ഇത്തരത്തിൽ സർക്കാർ വാങ്ങുന്ന വായ്പകളാണ് പൊതുകടം. രാജ്യത്തിനകത്തു നിന്നും പുറത്തു നിന്നും വായ്പകൾ വാങ്ങാറുണ്ട്. ഇവ യഥാക്രമം ആഭ്യന്തര കടം, വിദേശ കടം എന്നിങ്ങനെ അറിയപ്പെടുന്നു. അതായത് രാജ്യത്തിൻ്റെ അകത്തു നിന്ന് വാങ്ങുന്ന വായ്പകൾ ആഭ്യന്തര കടമെന്നും രാജ്യത്തിന് പുറത്തു നിന്നും വാങ്ങുന്ന വായ്പകൾ വിദേശ കടം എന്നും അറിയപ്പെടുന്നു. ഇനി എന്താണ് ആഭ്യന്തര കടം? രാജ്യത്തിനകത്തുള്ള വ്യക്തികളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും സർക്കാർ വാങ്ങുന്ന വായ്പകളാണ് ആഭ്യന്തര കടം. എന്താണ് വിദേശ കടം? വിദേശ ഗവൺമെൻറ്റുകളിൽ നിന്നും അന്തർദേശീയ സ്ഥാപനങ്ങളിൽ നിന്നും വാങ്ങുന്ന വായ്പകളാണ് വിദേശ കടം. വാട്ട് ഈസ് പബ്ലിക് ഡെപ്റ്റ്? റൈറ്റ് 2 ടൈപ്സ് ഓഫ് പബ്ലിക് ഡെപ്റ്റ്. എന്താണ്? പൊതുകടം. 2 തരത്തിലുള്ള പൊതുകടം ഏതൊക്കെയാണ്? ദ ഗവൺമെൻറ് ഹാസ് ടു ടേക്ക് ലോൺസ് to materialize the developmental and welfare activities and to meet various administrative needs when the income is not sufficient to satisfy various needs. വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ യാഥാർത്ഥ്യമാക്കാനും ഭരണപരമായ വിവിധ ആവശ്യങ്ങൾ നിറവേറ്റുവാനും വരുമാനം തികയാതെ വരുമ്പോൾ ഗവൺമെന്റിന് കടമെടുക്കേണ്ടി വരും. ദ ലോൺസ് ദസ് അവൈൽഡ് ബൈ ദ ഗവൺമെന്റ് ആർ നോൺ ആസ് ദ പബ്ലിക് ഡെപ്റ്റ്. ഇങ്ങനെ സർക്കാർ വാങ്ങുന്ന ലോണിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പബ്ലിക് ഡെപ്റ്റ് എന്ന് പറയുന്നത്. ലോൺസ് ആർ ടേക്കൺ ഫ്രം വിത്തിൻ ആൻഡ് ഔട്ട്സൈഡ് ദ കൺട്രി. രാജ്യത്തിനകത്തു നിന്നും പുറത്തു നിന്നും ലോണ് എടുക്കാറുണ്ട്. ദീസ് ഡെപ്റ്റ്സ് ആർ നോൺ ആസ് ഡൊമസ്റ്റിക് ഡെപ്റ്റ് ആൻഡ് ഫോറിൻ ഡെപ്റ്റ്സ് റെസ്പെക്റ്റീവ്ലി. അതായത് രാജ്യത്തിൻ്റെ അകത്തു നിന്നാണെങ്കിൽ ഡൊമസ്റ്റിക് ഡെപ്റ്റ് എന്നും രാജ്യത്തിന് പുറത്തു നിന്നാണെങ്കിൽ അത് ഫോറിൻ ഡെപ്റ്റ് എന്നും അറിയപ്പെടുന്നു.
ഇന്റേണൽ ഡെപ്റ്റ് അല്ലെങ്കിൽ ഡൊമസ്റ്റിക് ഡെപ്റ്റ്. ഡൊമസ്റ്റിക് ഡെപ്റ്റിന്റെ വേറൊരു പേരാണ് ഇന്റേണൽ ഡെപ്റ്റ് അല്ലെങ്കിൽ ആഭ്യന്തര കടം. The loans availed by the government from individuals and institutions inside the country are known as domestic debt. ആ രാജ്യത്തിൻ്റെ അകത്തു നിന്നുള്ള വ്യക്തികളിൽ നിന്നോ അല്ലെങ്കിൽ സ്ഥാപനങ്ങളിൽ നിന്നോ കടമെടുക്കുന്നതാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഇന്റേണൽ ഡെപ്റ്റ് അല്ലെങ്കിൽ ഡൊമസ്റ്റിക് ഡെപ്റ്റ് എന്ന് പറയുന്നത്. ഇനി എക്സ്റ്റേണൽ ഡെപ്റ്റ് അല്ലെങ്കിൽ ഫോറിൻ ഡെപ്റ്റ് എന്ന് ഇസ് ദ ലോൺ അവൈൽഡ് ഫ്രം അതർ കൺട്രീസ് ആൻഡ് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ. മറ്റ് രാജ്യങ്ങളിൽ നിന്നോ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസിൽ നിന്നോ കടമെടുക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള ഡെപ്റ്റിനെയാണ് നമ്മൾ എക്സ്റ്റേണൽ ഡെപ്റ്റ് അല്ലെങ്കിൽ ഫോറിൻ ഡെപ്റ്റ് വിദേശ കടം എന്ന് പറയുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ഫിസ്ക്കൽ പോളിസി? എന്താണ് ഫിസ്ക്കൽ പോളിസി അല്ലെങ്കിൽ ധനനയം? ഫിസ്ക്കൽ പോളിസി ഈസ് എ കോംപ്രിഹെൻസീവ് ഗവൺമെൻറ് പോളിസി കൺസേണിംഗ് ദ പബ്ലിക് റവന്യൂ, പബ്ലിക് എക്സ്പെൻഡിച്ചർ ആൻഡ് പബ്ലിക് ഡെപ്റ്റ്. പൊതുവരുമാനം, പൊതു ചിലവ്, പൊതുകടം എന്നിവയെ സംബന്ധിച്ച ഗവൺമെൻറ്റിൻ്റെ ഒരു നയം, സമഗ്രമായിട്ടുള്ള കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഗവൺമെൻറ്റിൻ്റെ പോളിസി അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ നയമാണ് ഫിസ്ക്കൽ പോളിസി അല്ലെങ്കിൽ ധനനയം എന്ന് പറയുന്നത്. ദ പോളിസി പ്രിപ്പയർഡ് ബൈ ദ ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ്. ഈ ധനനയം പ്രിപ്പയർ ചെയ്യുന്നത് ഫിനാൻസ് ഡിപ്പാർട്ട്മെൻ്റ് ആണ്. ആൻഡ് ഈസ് ഇംപ്ലിമെൻറ്റഡ് ത്രൂ ദ ബഡ്ജറ്റ്. എന്നാൽ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് ബഡ്ജറ്റിലൂടെയാണ്. ബഡ്ജറ്റിലൂടെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു, പ്രിപ്പയർ ചെയ്യുന്നത് ഫിനാൻസ് ഡിപ്പാർട്ട്മെൻ്റ് ആണ്. ഇറ്റ് ഈസ് ആൾസോ എ പോളിസി ദാറ്റ് ഗീവ്സ് ഗൈഡ്ലൈൻസ് ടു ദ ഗവൺമെൻറ് to improve the current financial situation and attain financial stability. അതായത് ഇതെന്ന് പറയുന്നത് ഒരു നയമാണ്, ഒരു പോളിസിയാണ്. ദാറ്റ് ഗീവ്സ്, ഇത് നൽകുന്നു, എന്ത് നൽകുന്നു? ഗൈഡ് ലൈൻസ് ടു ദ ഗവൺമെൻറ്. ഗവൺമെൻറ്റിന് ഗൈഡ് ലൈൻസ് നൽകുന്നു, നിർദ്ദേശങ്ങൾ നൽകുന്നു. എന്തിനാണ്? ടു ഇംപ്രൂവ് ദ കറണ്ട് ഫിനാൻഷ്യൽ സിറ്റുവേഷൻ ആൻഡ് അറ്റെയിൻ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി. ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി അറ്റെയിൻ ചെയ്യുവാനും കറൻ്റ്ലി ഉള്ള ഫിനാൻഷ്യൽ സിറ്റുവേഷൻ എന്താണോ അത് ഇംപ്രൂവ് ചെയ്യുവാനുമുള്ള ഗൈഡ് ലൈൻസ് നൽകുന്നു. ആരാണ്? ഫിസ്ക്കൽ പോളിസി. ആർക്ക്? ഗവൺമെൻറ്റിന്. ഓക്കെ. അപ്പോൾ എന്താണ് ധനനയം? പൊതുവരുമാനം, പൊതുചെലവ്, പൊതുകടം എന്നിവയെ സംബന്ധിച്ച സമഗ്രമായ സർക്കാർ നയമാണ് ധനനയം. ധനകാര്യ വകുപ്പ് തയ്യാറാക്കുന്ന ഈ നയം നടപ്പിലാക്കുന്നത് ബഡ്ജറ്റിലൂടെയാണ്. നിലവിലെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിനും സാമ്പത്തിക സ്ഥിരത കൈവരിക്കുന്നതിനും ഗവൺമെന്റിന് മാർഗനിർദ്ദേശം നൽകുന്ന ഒരു നയം കൂടിയാണിത്. അടുത്തത്, വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഫിസ്ക്കൽ പോളിസി? ഫിസ്ക്കൽ പോളിസി അല്ലെങ്കിൽ ധനനയത്തിന്റെ ഒബ്ജക്റ്റീവ്സ്, ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? ആക്സലറേറ്റ് ദ എക്കണോമിക് ഗ്രോത്ത് ത്വരിതപ്പെടുത്തുക, ആക്സലറേറ്റ് ചെയ്യുക. ക്രിയേറ്റ് ജോബ് ഓപ്പർച്യൂണിറ്റീസ്, തൊഴിലവസരങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. റെഗുലേറ്റ് അഡീഷണൽ എക്സ്പെൻഡിച്ചർ, അധികമായിട്ടുള്ള എക്സ്പെൻഡിച്ചർ, അധിക ചെലവുകളെ നിയന്ത്രിക്കുക. എലിമിനേറ്റ് ദ ഇൻഇക്വാലിറ്റി ഇൻ ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് റവന്യൂ, വരുമാന വിതരണത്തിലെ അസമത്വം ഇല്ലാതാക്കുക. അപ്പോൾ ധനനയത്തിൻ്റെ ലക്ഷ്യങ്ങൾ എന്തെല്ലാമാണ്? സാമ്പത്തിക വളർച്ച ത്വരിതപ്പെടുത്തുക, തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക, അധിക ചെലവുകൾ നിയന്ത്രിക്കുക, വരുമാന വിതരണത്തിലെ അസമത്വം ഇല്ലാതാക്കുക. അപ്പോൾ നമ്മുടെ ഈ യൂണിറ്റിൻ്റെ നോട്ട് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. നമുക്കിനി ഇതിൻ്റെ അകത്തുള്ള 1 വേർഡ് ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തി ഒരു വീഡിയോ ചെയ്യാം കേട്ടോ. താങ്ക്